ഒരു ക്രിക്കറ്റ് ആരാധകനായിട്ട് നിന്നിട്ട് സഞ്ജുവിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ അത് ഏറ്റവും മോശമുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാവരും കേരളം മാത്രമല്ല ലോകം ഉൾപ്പെടെ ഇന്ത്യയിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് സഞ്ജു സാംസൺ. പലപ്പോഴും സഞ്ജുവിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് ടെൻഷൻ വന്നിട്ട് ഇന്നലത്തെ ഒരു ചേസിലെ സമയത്ത് ഫസ്റ്റ് കളി തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന കളിയാണ് സഞ്ജുവിൻ്റെ. സഞ്ജു ഇന്നേ വരെ കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്നേ പറയാൻ പറ്റൂ. കാരണം ഒരൊറ്റ ഷോട്ട് പോലും റിസ്ക് ആയിട്ട് ഒരു ഷോട്ട് സഞ്ജു തിരഞ്ഞെടുത്തിട്ടില്ല. സഞ്ജു തന്നെ പറയണ്ടായി, ഗ്രേറ്റ് പ്ലേയേഴ്സ് ലൈക്ക് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരുടെയൊക്കെ കളി ബെഞ്ചിലിരുന്ന് കണ്ട ഒരാളാണ് സഞ്ജു. അപ്പോൾ അത്രയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് ഇന്ത്യൻ ടീം പതറി നിന്നൊരു സമയത്ത് അവിടെ ഒരു രക്ഷകനായിട്ട് വന്ന് നമ്മുടെ എല്ലാവരെയും ഇന്ത്യൻ ജനതയെ മൊത്തവും മനസ്സ് നിറയിച്ചൊരു കളിക്കാരനായിരുന്നു ഇന്നലെ സഞ്ജു സാംസൺ. കാരണം ഒരു സെമി ഫൈനൽ, ഒരു ഡു ഓർ ഡൈ മാച്ചിൽ ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പൊയ്ക്കൊണ്ട് നിൽക്കുമ്പോഴും അവിടെ ഒരു നെടുംതൂണായി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം അതിൽ കളിച്ച ഓരോ ഷോട്ട്സും ഭയങ്കര എക്സ്പീരിയൻസ്ഡ്, ഭയങ്കര മെച്യൂർഡ് ഷോട്ട്സുകളായിരുന്നു എല്ലാ ഷോട്ടും കളിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ സൂര്യകുമാർ യാദവ് പുച്ഛിച്ച് തള്ളി ചിരിച്ചു കളഞ്ഞ ഒരാളാണ് സഞ്ജു. തിലകിൻ്റെ സ്ഥാനത്ത് സഞ്ജുവിനെ എടുക്കണോ, അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്ത് സഞ്ജുവിനെ എടുക്കണോ? പക്ഷേ ഇവർക്കാർക്കും രക്ഷിക്കാൻ പറ്റാത്ത സമയത്ത് സഞ്ജു വന്ന് ടീമിനെ രക്ഷിച്ച് തിരിച്ച് സഞ്ജു അത് ബാറ്റിൽ കൂടെ മറുപടി കൊടുത്തൊരു മുതലാണ് സഞ്ജു. ഒരഭിമാനമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എത്ര പറഞ്ഞാലും മനസ്സ് നിറയിച്ചൊരു ഇന്നിങ്സ് ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഇന്നലെ സഞ്ജു ജയിപ്പിച്ച് ആ ആഘോഷം കണ്ടപ്പോഴത്തേക്ക്. ഇവൻ ഗൗതം ഗംഭീർ ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പല ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കണ്ടിട്ട്, ഇപ്പോൾ ഈവൻ നമ്മുടെ നോർത്ത് ലോബി ആണെങ്കിലും മുംബൈ ലോബി, അവിടെയൊക്കെ പല ഇൻഫ്ലുവൻസ് കണ്ടിട്ടും ഇന്ത്യൻ ടീമിന് എടുത്ത് കളയാൻ വേണ്ടിയിരുന്ന ഒരാളെ, പക്ഷേ ഗൗതം ഗംഭീറിൻ്റെ ലൈഫിലെ ഏറ്റവും എടുത്തൊരു ബെസ്റ്റ് ഡിസിഷനാണ് സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവന്നത് ഇന്നലെ ഗംഭീർ പറഞ്ഞു. അപ്പോൾ നമ്മളെ എടുത്ത് കളയത്തക്ക രീതിയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ അവരെ കൈയടിപ്പിച്ച് അവരുടെ തല കുനിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഹാർഡ് വർക്കും അധ്വാനം. പലപ്പോഴും പറഞ്ഞു, പല ആൾക്കാരും കാണാതെ പോയിന്ന് എല്ലാവരും കിടന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സഞ്ജു കിടന്ന് കഷ്ടപ്പെട്ട് പ്രാക്ടീസും ചെയ്ത് നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു പ്രാക്ടീസിൻ്റെ ഫലമായിട്ടാണ്. സഞ്ജുവിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും സിംപ്ലിസിറ്റി എല്ലാം ഒത്തുടങ്ങിയൊരു കളി ഇന്നലെ നമ്മൾ കണ്ടു. ഈവൻ ലൈക്ക് നമ്മുടെ രോഹിത് ശർമ്മനെ പോലെ ഒരു ലേസി ബാറ്റ്സ്മാനെ പോലെ നിന്നിട്ട് വിരാട് കോഹ്ലിനെ പോലെ ചേസ് മാസ്റ്റർ ആ രീതിക്ക് കളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ധോണിനെ പോലെ ഫിനിഷും ചെയ്തു. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇന്നലെ കളിക്കകത്ത് അങ്ങനത്തെ ഒരു കളിയായിരുന്നു. സഞ്ജുവിനെ കുറിച്ച് ഇങ്ങനെ രണ്ടാൾക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു മലയാളി എന്ന രീതിയിൽ, ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന രീതിയിൽ ഒരു സമാധാനമില്ല. ഓക്കെ.